നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഖത്തർ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഖത്തർ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഇത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ അടുത്ത് ഖത്തർ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് സർവീസസിൽ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മറ്റേത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷൻ റിവ്യൂ ഒക്കെ കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിൽ എത്തും. ഇനി അറ്റസ്റ്റേഷന് വേണ്ടി നിങ്ങൾ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഖത്തറിന് വെളിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഖത്തറിന് വെളിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ സ്കൂളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ പോലും അതാത് രാജ്യങ്ങളിലെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ നമുക്ക് ഖത്തർ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അത് അപ്രൂവൽ ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ മറ്റ് ലീഗൽ ഡോക്യുമെന്റ്സുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കോപ്പി കൂടെ നമ്മൾ വെക്കണം. ഇപ്പോൾ ഖത്തറിൽ ഒരുപാട് അപ്രൂവ്ഡ് ട്രാൻസ്ലേറ്റർ സെന്ററുകളുണ്ട്. അവിടെ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോപ്പി കൂടെ ഈ സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ്സിന്റെ ട്രാൻസ്ലേറ്റഡ് കോപ്പി കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതോടുകൂടെ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിംഗ് വളരെ സിമ്പിളാണ്. നിങ്ങൾ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക് സർവീസ് കാണാം. അതിൽ ഇലക്ട്രോണിക് സർവീസിൽ അറ്റസ്റ്റേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അറ്റസ്റ്റേഷൻ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ മറ്റ് ലീഗൽ ഡോക്യുമെൻസിൻ്റെ കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ കാറ്റഗറി നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നേരെ നാസ് അക്കൗണ്ടിലേക്ക്, നാഷണൽ ഓതന്റിക്കേഷൻ സിസ്റ്റത്തിൻ്റെ നാസ് അക്കൗണ്ടിലേക്ക് പേജിലേക്ക് അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഖത്തർ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അത് സബ്മിഷൻ പേജിലേക്ക് വരും. ഇങ്ങനെ അവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ അറ്റാച്ച് ചെയ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റോ ലീഗൽ ഡോക്യുമെൻറ്റോ നിങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ലേറ്റഡ് കോപ്പി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കുക. അങ്ങനെ അവിടെ ആ സബ്മിഷൻ പേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂവിന് വേണ്ടി എടുക്കും. ഒരു ദിവസം റിവ്യൂ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 100 റിയാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടായിരിക്കും. 100 രൂപ നിങ്ങൾ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കളക്ഷൻ നമുക്ക് നേരിട്ട് പോയി കളക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഖത്തർ പോസ്റ്റ് വഴിയാണെങ്കിൽ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ചെയ്യാം. ചിലപ്പോൾ 20 റിയാൽ അതിന് ചാർജ് ആയിട്ടുണ്ടായി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ലീഗൽ ഡോക്യുമെന്റ്സ് ഖത്തർ പോസ്റ്റ് വഴി നിങ്ങളെ കൈകളിലെത്തും. ഓക്കെ.